പ്രിയപ്പെട്ടവരെ, മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ കണ്ടെത്തിയ ശരീരഭാഗം കാണാതായ ഗിരീഷിന്റേത്. തിരുവമ്പാടി ദേവസ്വം കമ്മിറ്റി അംഗമാണ് ഗിരീഷ്. ഗിരീഷിന്റെ അമ്മ ഇന്ന് രാവിലെയാണ് മരിച്ചത്. അർജുൻ മട്ടന്നൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ഇന്ന് രാവിലെ നമ്മൾ ഗിരീഷിന്റെ അമ്മ മരിച്ച വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് പോലീസ് നടത്തിയ വ്യാപക തെരച്ചിലിൽ ഗിരീഷിന്റെ മൃതദേഹത്തിന്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അത് ഗിരീഷിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. തിരുവമ്പാടി ദേവസ്വം അംഗം കൂടിയാണല്ലേ മരിച്ച ഈ ഗിരീഷ്? ഡോക്ടർ കുമാർ, അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 5 മണിയോടെയാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 200 മീറ്റർ അകലെ കുളവാഴ ഉള്ള ഒരു സ്ഥലത്തിനോട് ചേർന്ന് ഒരു തല മാത്രമായി കണ്ടെത്തിയത്. പോലീസ് വൈകിട്ട് നടത്തിയ പരിശോധനയിൽ കടാവർ നായകളെ അടക്കം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ തല കണ്ടെത്തിയത്. എന്നാൽ കരിഞ്ഞ നിലയിലായിരുന്നില്ല എന്നതാണ് പോലീസ് പറയുന്നത്. ഒരു ചെവി മാത്രം ഇല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഈ തല കണ്ടെത്തിയത്. ആ തല ബന്ധുക്കൾ ഉടൻ തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഇത് ഗിരീഷിന്റെ മൃതദേഹമാണ് എന്നതാണ് ഇപ്പോൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഈ മകൻ ഈ അപകടത്തിൽ പെട്ടതറിഞ്ഞ അമ്മ ഇന്ന് രാവിലെ മരിച്ച വാർത്ത നമ്മൾ നേരത്തെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസും അതോടൊപ്പം തന്നെ മറ്റും പരിശോധന വ്യാപകമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ആ മേഖലയിൽ ഏതാണ്ട് 200ഓളം പോലീസുകാരെ വിന്യസിച്ചുകൊണ്ട് വ്യാപകമായ തിരച്ചിലാണ് നടത്തിയത്. അതിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ വൈകിട്ടാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഏതാണ്ട് 200 മീറ്ററോളം ദൂരെ ഈ വയൽ പാടത്തിന് നടുവിലായി ഇത്തരത്തിലൊരു തല കണ്ടെത്തിയത്. അത്തരത്തിൽ ആ സ്ഫോടനത്തിൽ ആ തല തെറിച്ച് ആ ഭാഗത്തേക്ക് എത്തി എന്നാണ് പോലീസ് പറയുന്നത്. ഇത് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. തുടർന്ന് ഇന്ന് സന്ധ്യയോടുകൂടിയാണ് ബന്ധുക്കൾ ഈ മൃതദേഹം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആകെ 37 പേരാണ് ഈ അപകട സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്.